കേരളത്തിലെ നിരീശ്വരവാദികൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു അവകാശവാദമാണ് മുസ്ലിം സമുദായത്തിലെ പുതിയ തലമുറ, യുവതലമുറ വിശ്വാസം ഉപേക്ഷിക്കുകയും വ്യാപകമായി നിരീശ്വരവാദികളായി മാറുകയും ചെയ്യുന്നു എന്നത്. അത്തരം ഒരു അവകാശവാദം ആവർത്തിക്കുന്ന ലിയാഖത്തിന്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടു. അതിനോട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രതികരിക്കാം എന്ന് കരുതുന്നു. ആദ്യം നമുക്ക് ആ വീഡിയോയുടെ ഒരല്പഭാഗം ഒന്ന് കാണാം. ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംവാദത്തിൽ ചർച്ചയിൽ ഒക്കെ വരുന്നതിന് വല്ലാതെ ഭയപ്പെടുന്നു എന്നും ഇസ്ലാമിനകത്ത് തന്നെ സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് പണ്ഡിതന്മാർക്ക് നേരെ വിശ്വാസികളുടെ ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കേരളത്തിൽ വലിയ രീതിയിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റം കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അവകാശവാദം ശരിയാണോ എന്നൊന്ന് നോക്കാം. സംവിധായകനും ബ്ലോഗറുമായ ശാന്തിവിള ദിനേശ് ഈ അടുത്ത കാലത്ത് പ്രേം നസീറിന്റെ ഒരു പഴയ കുടുംബ ഫോട്ടോയും അദ്ദേഹത്തിന്റെ മക്കളുടെ ഈ അടുത്തുള്ള ഒരു ഫോട്ടോയും കൂടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ രണ്ട് ഫോട്ടോകളിലുള്ള വ്യത്യാസം, പുതിയ ഫോട്ടോയിൽ അദ്ദേഹത്തിന്റെ പെൺമക്കളെല്ലാം ഇസ്ലാമികമായി വസ്ത്രം ധരിച്ചവരായിരുന്നു. അതിനെക്കുറിച്ച് ശാന്തിവിള ദിനേശ് പറഞ്ഞത്, സാർ ഉണ്ടായിരുന്ന സമയത്ത് അവരൊന്നും ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ എന്തോ അവര് വഴിപിഴച്ചു പോയി, ആ ഒരു ലൈനിലാണ് അദ്ദേഹം സംസാരിച്ചത്. യഥാർത്ഥത്തിൽ രണ്ട് കാലഘട്ടമാണ് ഈ രണ്ട് ഫോട്ടോ പ്രതിനിധാനം ചെയ്യുന്നത്. ഒന്ന് 80കളുടെ ലാസ്റ്റ്, ആ സമയത്തുള്ളതാണ്. മറ്റൊന്ന് പുതിയതാണ്. ആ പഴയ ഫോട്ടോയുടെ കാലഘട്ടം എനിക്ക് നന്നായിട്ട് ഓർക്കാൻ കഴിയും. അന്ന് പള്ളികളിൽ നമസ്കരിക്കാൻ ചെന്നാൽ അവിടെ വെറും പ്രായമായ വൃദ്ധന്മാർ മാത്രമേ കാണൂ, യുവാക്കളില്ലായിരുന്നു, വളരെ അപൂർവം. ഇന്ന് അവസ്ഥ ആകെപ്പാടെ മാറി. ഇന്ന് ധാരാളം യുവാക്കൾ, പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ യുവാക്കൾ, വിശ്വാസികളും ആരാധനാ കർമ്മങ്ങളിൽ വളരെയേറെ നിഷ്ഠയുള്ളവരുമാണ്. അതുപോലെ തന്നെയാണ് പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും കാര്യം. അക്കാലത്ത് വീടിന് പുറത്ത് തലമറയ്ക്കുന്ന വളരെ വളരെ അപൂർവം സ്ത്രീകളെയോ കുട്ടികളെയോ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവതികളുമായ ആളുകൾ. പ്രായമായ ചില സ്ത്രീകൾ അവരുടെ സാരി തലപ്പ് കൊണ്ട് തലമറയ്ക്കുന്നതിനപ്പുറം സ്ത്രീകളുടെ ഒരു പൊതു സ്വഭാവമായി തലമറയ്ക്കുന്നത് അങ്ങനെ ഒരു സ്വഭാവമേ ഇല്ലായിരുന്നു. ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം. തലമറയ്ക്കാത്ത മുസ്ലിം സ്ത്രീകൾ അപൂർവമാണ്. അതുമാത്രമല്ല, പർദ്ദയും ഒരു പടി കൂടി കടന്ന് നിക്കാബിലേക്ക് വരെ പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായ മതപരമായ ഒരു ഉണർവും ഒരു ബോധവും ഒരു തിരിച്ചുപോക്കും, ഇസ്ലാമിക മൂല്യങ്ങളിലോട്ടുള്ള ഒരു തിരിച്ചുപോക്കും വ്യാപകമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ പ്രേം നസീറിനെ പോലെ ഒരു വ്യക്തിയുടെ കുടുംബത്തിൽ പോലും ഉണ്ടായി എന്നതാണ് സത്യം. നിരീശ്വരവാദികൾ മാസങ്ങളോളം ക്യാമ്പയിൻ നടത്തി ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയാൽ അവിടെ എത്തുന്നതിന്റെ 10 ഇരട്ടി ആളുകൾ യാതൊരു ക്യാമ്പയിനും ഇല്ലാതെ വെള്ളിയാഴ്ച തോറും ഇവിടുത്തെ പള്ളികളിൽ ജുമാ നമസ്കാരത്തിനെത്തും. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഒറ്റ വാക്ക് അനുസരിച്ചിട്ടാണ് അങ്ങനെ എത്തുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം മുസ്ലിം സമൂഹത്തിൽ മതപരമായ സ്വാധീനം, പ്രവാചകന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന്. മുസ്ലിങ്ങളോടുള്ള ശത്രുത കാരണം ഭ്രാന്തായി പോയ കുറെ ആളുകളാണ് ലിയാഖത്തിനെ പോലുള്ളവരുടെ ആരാധകർ. മുസ്ലിം സമുദായത്തിലെ പുതുതലമുറ വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന അവകാശവാദം അത്തരക്കാരെ സന്തോഷിപ്പിക്കുമെങ്കിലും സത്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നതാണ് മറ്റൊരു സത്യം.